ഹായ്, SV അരുളേലാണ്. പാലക്കാട് NMR റസാക്കിനെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ പലരും ചോദിച്ചു, ഇയാളൊരു ഹോട്ടൽ ഉടമസ്ഥനല്ലാതെ എന്താണ് ഇദ്ദേഹത്തിന് ഈ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് ബന്ധമെന്നും, അല്ലെങ്കിൽ എന്താണ് ഇദ്ദേഹത്തിന് സോഷ്യലി ഉള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ചിലർ ചോദ്യം ഉന്നയിച്ചെടുത്തു. ഇന്നിപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും ഒരു തരത്തിലും പ്രതിഷേധമില്ലാത്തൊരു കാര്യം ഈ ഹോട്ടൽ മേഖലയിൽ ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ വില ഏകദേശം 1000 രൂപ ഒറ്റയടിക്ക് കൂട്ടിയപ്പോൾ ഒരു മേഖലയ്ക്കുണ്ടായ ഒരു വലിയ ഷോക്കാണത്. അല്ലെങ്കിൽ ആ മേഖലയെ സംബന്ധിക്കുന്നിടത്തോളം കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കാവുന്ന ഒരു തീരുമാനം പുറത്തു വന്നതിന് ശേഷം അതിനെക്കുറിച്ചൊരു ചർച്ച വയ്ക്കുന്നത് നിങ്ങൾ കണ്ടോ? കേന്ദ്ര സർക്കാർ എടുക്കുന്ന പല ഈ കൊള്ള തീരുമാനങ്ങൾക്കെല്ലാം എത്രമാത്രം വിധേയപ്പെടുന്ന സാഹചര്യമാണ് മാധ്യമങ്ങൾക്കുള്ളത്. കാര്യം അവർക്ക് ഈ ദിവസങ്ങളിൽ പാചകവാതക സിലിണ്ടർ ഈ വില കൂട്ടിയതും അത് ബാധിക്കാൻ പോകുന്ന ആരെയാണ്? ഈ നാട്ടിലെ മനുഷ്യരാണ്. ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം ആ തീരുമാനം എങ്ങനെ തിരിച്ചടിയാകുമെന്നതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് ആകുലതയില്ല. എങ്ങനെ ആകുലതപ്പെടാൻ പറ്റും? വിധേയത്വം അങ്ങനെയാണല്ലോ മുതലാളിമാർ സംഘപരിവാറുകാരോട് കാണിക്കുന്നത്. അവരെ വിമർശിക്കുകയോ അവർക്കെതിരെ ജനവികാരം ഉണ്ടാക്കാനോ വേണ്ട ഒരു കാര്യവും കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യില്ല. അവർ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇത്തരം തീവെട്ടിക്കൊള്ളകൾക്ക് പരവതാനി വിരിച്ചു കൊടുത്തിട്ട് ഇനിയും കൂട്ടൂ എന്ന തരത്തിൽ അതിന് മൗന പിന്തുണ കൊടുക്കുന്നതിൻ്റെ തെളിവ് കൂടിയാണ്. അവിടെയാണ് NMR റസാക്കിൻ്റെ ഒരു പ്രതികരണം നിങ്ങൾ കാണേണ്ടത്. പ്രതികരണം മാത്രമല്ല, അദ്ദേഹം ഒരു ഹോട്ടൽ വ്യവസായി കൂടി ആയതുകൊണ്ട് തന്നെ ആ മേഖലയ്ക്ക് ഈ തീരുമാനത്തിലൂടെ ഉണ്ടായ തിരിച്ചടിയെ സംബന്ധിച്ച് പ്രതിഷേധിക്കാൻ രംഗത്തിറങ്ങുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പ്രതികരിച്ചൊരു രീതി കൂടി കാണണം. എങ്ങനെയാണ് ഒരു വ്യക്തി സാധാ തൊഴിലാളിയിൽ നിന്ന് ഒരു സംരംഭകനായി മാറുകയും അതിൽ പ്രതിസന്ധി നേരിടുമ്പോൾ അതിലെ ചെറുകിട വിഭാഗക്കാരുൾപ്പെടെ 1000 രൂപ എന്ന് പറയുന്നത് ഒറ്റയടിക്ക് 3000-ഓളം രൂപ കൊടുത്ത് ഗ്യാസ് സിലിണ്ടർ എടുത്ത് എത്ര ഇപ്പം നിങ്ങൾക്കറിയാലോ, ഹോട്ടലെന്ന് പറഞ്ഞാൽ വൻകിട ഹോട്ടലുകൾ മാത്രമല്ലല്ലോ, ഈ തെരുവോരങ്ങളിലൊക്കെ ചെറിയ തട്ടുകട ഉൾപ്പെടെയുള്ളവർ നടത്തുന്നവർക്ക് ഒരു രാത്രി ചിലപ്പോൾ അവർ ഉറക്കമൊഴിഞ്ഞ് ഒരു കുറ്റി ഗ്യാസ് ഉപയോഗപ്പെടുത്തി 1800 രൂപയുടെ ഒരു ഗ്യാസ് ഉപയോഗപ്പെടുത്തി അവർ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കച്ചവടങ്ങൾ നടത്തിയാൽ അവരുടെ ഉറക്കം കളഞ്ഞ് ചെയ്യുമ്പോൾ ചിലപ്പം കിട്ടുന്നത് 1000 രൂപയൊക്കെ ആയിരിക്കും ലാഭം. അല്ലെങ്കിൽ ഒരു 2000 രൂപ നമുക്ക് കൂട്ടാം ഇത്രയും കഷ്ടപ്പെട്ടിട്ട്. കാര്യം എന്തോരം ജോലി ചെയ്യുമ്പോഴാണ് 2000 രൂപയോ 3000 രൂപയോ ലാഭം കൂട്ടുന്നത്. അതിൽ നിന്ന് 1000 രൂപ ഒറ്റയടിക്ക് വീണ്ടും പോവുകയാണ്. എന്തിലേക്ക് പോവുകയാണ്? ഗ്യാസിന് മാത്രം പോവുകയാണ്. എന്ത് ചെയ്യും അവർ? 2 തൊഴിലാളികളെ നിർത്തി ജോലി ചെയ്യിപ്പിച്ച് ഒരു ചെറിയ തട്ടുകടയൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ അവസ്ഥ. അവിടെയാണ് NMR റസാക്കിനെ പോലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വ്യക്തി അവർക്ക് വേണ്ടി തെരുവിൽ പ്രതിഷേധിക്കാൻ ഇറങ്ങുമ്പോൾ താനും നടത്തുന്ന ഒരു സംരംഭത്തിനോടൊപ്പം തന്നെ പൂട്ടിപ്പോകുന്ന സംരംഭങ്ങൾക്കെതിരെ സംരംഭങ്ങൾ അല്ലെങ്കിൽ ഹോട്ടലുകൾ അതിനുവേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തുന്ന രീതിയും ആ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തൊരു ശൈലിയൊന്ന് കണ്ടേ. ഹോട്ടൽ മേഖല കരിയില്ല എന്നുള്ള കാര്യം ഉറപ്പാ. ഞങ്ങൾക്ക് അല്ലാതെ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരടി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇനി ഇത്തരത്തിൽ പല ഹോട്ടലുകളും ചെറുകിട ഹോട്ടലുകളെല്ലാം ഇതിനോടകം തന്നെ അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്നു. ഈ യുദ്ധം തുടങ്ങിയ പശ്ചാത്തലത്തിൽ ഗ്യാസ് കിട്ടാതായപ്പോൾ ഇപ്പോൾ ഈ വില വർദ്ധിച്ചോടുകൂടി പിന്നീട് എല്ലാ ഹോട്ടലുകളും അടച്ചുപൂട്ടേണ്ട നിലയിലേക്ക് നോക്ക്. ആ കട ഷട്ടർ അടച്ചിട്ടിരിക്കുക. ശ്രീ ദുർഗാമൻ നോക്കൂ, ഒന്ന് ക്യാമറ അങ്ങനെ നോക്കൂ. ക്യാമറ ഒന്നും അങ്ങനെ അടച്ചിരിക്കുക. കഴിയുന്നില്ല, ഹോട്ടലുകൾ കഴിയുന്നില്ല, പൂട്ടി പോവാണ്. ഞങ്ങൾക്ക് വല്ലാത്തൊരു പ്രതിസന്ധി, ഇരുട്ടടിയാണ്. ഇന്നലെ സൂചിപ്പിച്ച മാതിരി ഇതാ ഹോട്ടൽ നോക്കൂ. ഇവർ കാണിക്കുന്നത് ഈ സമീപത്ത് പാലക്കാട് സുൽത്താൻപേട്ടിന് സമീപമുള്ള ഹോട്ടലാണ്. ഇത്തരത്തിലുള്ള ചെറുകിട ഹോട്ടലുകളെല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഗ്യാസ് സിലിണ്ടറിന് വില വർദ്ധിച്ചതോടുകൂടിയാണ് ഇതെല്ലാം ഇപ്പോൾ അടച്ചുപൂട്ടേണ്ട സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി തന്നെ തങ്ങൾ പ്രതിഷേധിക്കും. ഈ പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരുമെന്നുള്ളതാണ് ഹോട്ടൽ ഉടമകൾ അറിയിച്ചിട്ടുള്ളത്. ഇവിടെ ഈ സ്ട്രക്ചർ ഉന്തിക്കൊണ്ടുപോകുന്ന ചില ഹോട്ടൽ ഉടമകൾ ചേരുന്നുണ്ട്. ചേട്ടാ, ഈ വാണിജ്യ സിലിണ്ടർ വില കൂടിയതോടുകൂടി പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാത്ത വളരെ ബുദ്ധിമുട്ടാണ് കൊണ്ടുപോകാൻ. അത് പെട്ടെന്ന് നിങ്ങളൊരു 1000 രൂപ കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നാന്ന് പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. എങ്ങനെ നമ്മളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്? പെട്ടെന്നുള്ള സമരം വളരെ ബുദ്ധിമുട്ടായി തീർന്നു. അതാണ് ഞങ്ങൾ അതിനൊരു ശക്തമായ പ്രതിഷേധം. ഞങ്ങൾ KBM കല്യാൺ ടൂറിസ്റ്റ് ഹോമിന് മുമ്പിൽ, അതാണ് നമ്മുടെ ഹോട്ടല്. നമുക്കത് കൊണ്ടു നടക്കാൻ പ്രയാസമാണ്. ഈ വില വർദ്ധിപ്പിച്ച് ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചാൽ ആളുകൾ കയറാത്ത സ്ഥിതിയാണ്. നമ്മളിപ്പോൾ 2 രൂപ കൂട്ടി കൊടുക്കാണ്ട് പറ്റില്ല. കൂട്ടി കൊടുത്താൽ അവർക്ക് ചീത്ത പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടാക്കിയിട്ടാണ് പോണത്. ഒരു നിലയ്ക്ക് നടക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് അടിയന്തരമായി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ചൂസ് ചെയ്തതെന്ന്
അവിടുത്തെ ഒരു മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തൊഴിലാളി ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു. മെയ് 1-ാം തീയതി തൊഴിലാളികൾക്കൊപ്പം മെയ് ദിനത്തിൽ അദ്ദേഹം നിൽക്കുന്ന ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഐക്യദാർഢ്യം അർപ്പിക്കുന്ന, സ്വന്തം തൊഴിലാളികൾക്കിടയിൽ ഒരു മുതലാളിയായിട്ടല്ല അദ്ദേഹം നിലകൊള്ളുന്നത്. അങ്ങനെയുള്ളൊരു മനുഷ്യനെയാണ് എന്ത് ചെയ്തത്, പാലക്കാടുകാർക്ക് മുന്നിലേക്ക് ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചത്. ജയിക്കുമോ ഇല്ലയോ എന്നല്ല, പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിക്കാനല്ല, അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഈ കൊള്ളകൾക്കെതിരെ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ചെറിയൊരു വാർത്ത കൊടുത്ത് വർധനവ്, അവർക്ക് യാതൊരു ആശങ്കയില്ല. ആ വർധനവെന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല, അത് ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് എന്താണ് ഒരു നികുതി പിരിച്ചാണല്ലോ ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നികുതി വേണ്ടാന്ന് വെച്ച് ഒരു മേഖല തകർന്നു പോകാതെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? കേന്ദ്രത്തിനല്ലേ ഉള്ളത്. അത്തരം ചോദ്യങ്ങൾ ചോദിക്കാതെ ഒരു മേഖല ഒന്നടങ്കം തകർന്നു പോകുന്ന, അല്ലെങ്കിൽ കുറേ മനുഷ്യരുടെ ജീവിതോപാധികൾ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലെത്തിയിട്ടും നിശബ്ദത പുലർത്തുന്ന, അല്ലെങ്കിൽ ആ പ്രവൃത്തിയെ മൗന പിന്തുണ കൊടുക്കുന്ന കേരളത്തിലെ മാധ്യമ നെറുകേടുകൾക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണ ശൈലി അത് വാർത്തയായി എന്ന് പറഞ്ഞാൽ അവർ പ്രതിഷേധിക്കാൻ ഇറങ്ങുകയാണ്. ഗ്യാസ് സിലിണ്ടറിനെ സ്ട്രക്ചറിൽ വെച്ച് റീത്തും വെച്ച് അവർ പ്രതിഷേധിക്കാൻ ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ വാർത്ത കൊടുത്തല്ലോ എന്ന രീതിയിൽ മാധ്യമങ്ങൾ അതിനടുത്തേക്ക് വരുന്നത്. അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ NMR റസാക്കിനെ പോലുള്ളവർ എവിടെയാണോ പ്രതിസന്ധി നേരിടുന്ന മനുഷ്യരുള്ളത് അവർക്കൊപ്പമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. പാലക്കാട് കൊടും ചൂടിനെതിരെ അദ്ദേഹം നേരത്തെ എടുത്ത നിലപാടുകളെക്കുറിച്ച്, പച്ചക്കുട എന്നുള്ള ഈ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു സാഹചര്യം, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ചോയ്സ് തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. ഒരു പക്ഷേ ജയിക്കുമോ തോക്കുമോ എന്നൊക്കെ ജനം തീരുമാനിക്കേണ്ട കാര്യമാണ്. ജയിച്ചില്ലേലും അദ്ദേഹം എന്നൊരു വ്യക്തി എന്താണെന്ന് സമൂഹത്തിന് മനസ്സിലാക്കാനുള്ള ഉദാഹരണം കൂടിയാണ് ഈ സംഭവമെന്ന് പറയേണ്ടി വരികയാണ്.